അവനവിടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയിട്ടുണ്ട്. അത് നന്നായി. സ്വാമി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമോ? ബാക്കിയെല്ലാം ഞാൻ നോക്കിയോളാം. ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക്? നിന്നെ കൊല്ലാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ രക്ഷപ്പെടണം. ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച്. ഈ നേരത്തെ നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളെ രക്ഷിക്കണം. രണ്ടാളും കൂടി ഒളിച്ചോടുകയാണോ? അനിയൻ നമ്പൂതിരിയെ നിഷേധിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ രണ്ടുപേർക്കും? ജീവിക്കണം നമുക്ക്. ഈ കഴുത്തിലൊരു താലി കെട്ടിക്കൂടെ? ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഇവറ്റകൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയെങ്കിലും. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ച. ഞാനാ പറയുന്നേ. ഈ തീരുമാനം ഉറച്ചതാണോ? അതെ. ഈ നരകത്തിൽ നിന്ന് ഇനിയെങ്കിലും ഒരു ജീവിതം കൊടുക്കാലോ അവർക്ക്. നന്നായി. ഇപ്പോഴെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടായല്ലോ ഈ നാട്ടില്. എന്നാ വൈകണ്ട, കടമത്ത് വഞ്ചി കിടപ്പുണ്ട്. വേഗം അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പൊയ്ക്കോളൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ ജീവനോ? ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? രണ്ടെണ്ണത്തെയും പച്ചക്ക് കത്തിച്ചു കളയണം. നോക്കി നിൽക്കാതെ പിടിക്കണേ. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. തെറ്റുകാരിക്ക് മറുചോദ്യത്തിന് അവകാശമില്ല. ചെയ്ത തെറ്റ് സമ്മതിച്ചു തന്നിട്ടുണ്ട് പലവട്ടം. പിന്നെന്താ? ഞാൻ ഒരാളെ സ്നേഹിച്ചു. അതൊരു തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. സ്ത്രീ പുരുഷനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കേണ്ടത്? അതിനിവിടെ നിയമങ്ങളുണ്ട്, ആചാര രീതികളുണ്ട്. അത് തെറ്റിച്ച അതിന്റെ പേരാ വ്യഭിചാരം. ആ പേര് പറഞ്ഞതും പഠിപ്പിച്ചതും
നിങ്ങളെ പോലുള്ള ആചാര്യന്മാർ തന്നെയല്ലേ? ഹും. കൊള്ളാം, പരസ്ത്രീകളെ പ്രാപിക്കാൻ പരവേശമെടുത്ത് പാഞ്ഞവർ. പുരുഷനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ളവരെ ഈശ്വരൻ സൃഷ്ടിച്ചാൽ പിന്നെ എങ്ങനെ പ്രലോഭിക്കാതിരിക്കും? ഇവളോട് തർക്കിച്ച് നിൽക്കാതെ പിടിച്ചു കെട്ടി തീ കൊളുത്തടാ രണ്ടിനെയും. കേൾക്കണം, ഇനി എല്ലാവരും കേൾക്കണം. സ്ത്രീ വിധവയാകുന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല. എന്നിട്ടും നികൃഷ്ടമായ ആചാര രീതികൾ അടിച്ചേൽപ്പിക്കുന്നു. ഒരായുസ് മുഴുവൻ വിധവ വേദന തിന്ന് ജീവിക്കുന്നു. അവളുടെ വേദന അറിയാൻ ഈ പറഞ്ഞ ആചാര്യന്മാർ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? സത്യത്തിൽ അവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ? ബാലി വധിക്കപ്പെട്ടപ്പോൾ വിധവയായ താരയെ സുഗ്രീവൻ സ്വന്തമാക്കിയത് ഭഗവാന്റെ സഹായത്തോടെ തന്നെയല്ലേ? അന്നും ഈ ആചാരങ്ങളും നിയമങ്ങളും നിലകൊണ്ടിരുന്നു. പിന്നെന്തിനാ ഈ പരാക്രമം? നിർത്തണേ. എത്ര പ്രസംഗിച്ചാലും ചെയ്ത തെറ്റുകൾക്ക് മറ തീർക്കാനാവില്ല നിന്റെ ഈ വാക്കുകൾക്ക്. ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. മറയിക്കണ്ട. അച്ഛന് ഇനി എന്താ എന്നോട് പറയാനുള്ളത്? മകന്റെ ജാതകത്തിലെ മരണയോഗം മറച്ചുവെച്ച് ഈ വൈദവി എന്നിൽ അടിച്ചേൽപ്പിച്ചത് അച്ഛനല്ലേ? പൊരുത്തം നോക്കാൻ വെച്ചത് കള്ള ജാതകമായിരുന്നില്ലേ? ഞാനെങ്ങനെ അറിഞ്ഞുവെന്നാവും ജാതകത്തിലെ മരണയോഗത്തെ പറ്റി സങ്കടത്തോടെ പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ തന്നെയെ. ആദ്യ രാത്രിയിൽ ഒരു പെണ്ണും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. ഇനി പറ, മരിക്കുമെന്നറിഞ്ഞിട്ടും മകനെ വേലി കഴിപ്പിച്ചത് എന്തിനാ? വിധവയെ അകത്തളത്തിൽ തളയ്ക്കണമെന്ന നിർബന്ധം എന്തിനാ? പേരുകേട്ട മനക്കൽ തറവാട്ടിലെ തമ്പുരാനല്ലേ? എന്തേ ഉത്തരവില്ലേ? അറിയാമെങ്കിൽ സ്വാമിക്കും പറയാം. എന്തിനാ നമ്പൂരി? എന്തിന് നിങ്ങൾ എന്നെ ഒരു ബലിയാടാക്കി?
ഓരോന്നങ്ങനെ ഓർത്ത് നിന്നുപോയി. ഇവിടെ ഇപ്പോ കടത്തൊന്നുമില്ല. പാലം വന്നതുകൊണ്ട് എല്ലാരും ആ വഴിക്ക. വരിക, സാവിത്രി ഉണർന്നു കാണും. മരുന്ന് കഴിച്ച ഉച്ചയ്ക്കൊരു ഉറക്കം പാതിവാ. എന്തായാലും ഇപ്പൊ എണീറ്റ് കാണും. ആരാണ്ടിരിക്കുമെന്ന് പേടിയായിരുന്നു. എന്നാലും വന്നൂലോ, സന്തോഷായി. മാപ്പ് തരണം. എല്ലാവരും ചേർന്ന് ദ്രോഹിച്ചത് നിന്നെയല്ലേ? ഈ തറവാടിന്റെ പാരമ്പര്യം കൃഷ്ണനുണ്ണിയിൽ അവസാനിക്കരുതെന്ന് ആശിച്ചുള്ളൂ. ഒരനന്തരാവകാശിക്ക് വേണ്ടിയുള്ള അച്ഛൻ നമ്പൂതിരിയുടെ മോഹം തെറ്റും ശരിയും തിരിച്ചറിയാൻ കാലമേറെ വേണ്ടി വന്നു. ഒരുപാട് വേദനിച്ചിരുന്നു അച്ഛൻ നമ്പൂതിരി. നീ വരില്ലേ വരില്ലേ എന്ന് ചോദിച്ച് കരച്ചിലായിരുന്നു ഏതു നേരവും. കണ്ണടയും മുമ്പ് ഒന്ന് കാണണമെന്ന് മോഹം ഉണ്ടായിരുന്നു. ചെയ്ത തെറ്റിന് കാലം പ്രായച്ചിത്തം തരുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചൂടെ? ഇനി ഒന്നും പറയരുത്, എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഇത്രയും കാലം കൃഷ്ണനുടെയും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ഞാൻ തിരി തെളിയിച്ചു. ഇനി നീ വേണം. പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഒരുപാട് മോഹിച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ഉണ്ണി? ഏട്ടാ, അതിങ്ങെടുത്തോളൂ. വാങ്ങിക്കോളൂ. ഇങ്ങടുത്ത് വരൂ. നന്നായി വരും. അമ്മേ, 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 അമ്മേ.